മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വാഗ്ദത്ത ദേശം പര്യവേക്ഷണം ചെയ്യാൻ മോശ അയച്ച 12 അംഗ രഹസ്യാന്വേഷക സംഘത്തിലെ യഹൂദ ഗോത്രത്തിൻ്റെ പ്രതിനിധിയായിരുന്നു കാലെബ്. അദ്ദേഹത്തെക്കുറിച്ചാണ് നാം ഇന്ന് വിലയിരുത്തുക. കാനാൻ കീഴടക്കാൻ ഇസ്രായേൽ ജനം ഭയപ്പെട്ടപ്പോൾ ദൈവപരിപാലനയിൽ വിജയം കൈവരിക്കാമെന്ന് ജോഷുവയോടൊപ്പം വാദിച്ച് വിശ്വാസ ധീരത പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു കാലെബ്. കാലെബ് എന്ന പേരിൻ്റെ അർത്ഥം പൂർണ്ണ ഹൃദയൻ, വിശ്വസ്തൻ, ധീരൻ എന്നിവയാണ്. യഹൂദ ഗോത്രത്തിൽ നിന്നുള്ള യെഫുന്നയുടെ മകനായിരുന്നു അദ്ദേഹം. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം 6-ാം വാക്യം. സംഖ്യയുടെ പുസ്തകം 32-ാം അധ്യായം 12-ാം വാക്യത്തിൽ അദ്ദേഹത്തെ കെനീസിയക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മൂല കുടുംബം ഇസ്രായേലിൽ അല്ലായിരുന്നെന്നും പിന്നീട് ഇസ്രായേലിൽ പൂർണ്ണമായും ഉൾപ്പെടുത്തപ്പെട്ടുവെന്നും സൂചിപ്പിക്കുന്നു. ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രയുടെയും കീഴടക്കലിൻ്റെയും കാലഘട്ടത്തിൽ, അതായത് BC 13-ാം നൂറ്റാണ്ടിലാണ് കാലെബ് ജീവിച്ചിരുന്നത്. പാരാൻ മരുഭൂമി, കാദേശ് ബർണിയ, ഹെബ്രോൺ തുടങ്ങിയ സുപ്രധാന സ്ഥലങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കഥ വികസിക്കുന്നത്. കാലെബുമായി ബന്ധപ്പെട്ട ബൈബിളിലെ പ്രധാന വിവരണങ്ങൾ നമുക്ക് നോക്കാം. ഇസ്രായേല്യർ വാഗ്ദത്ത ദേശത്തിൻ്റെ അതിർത്തിക്ക് അടുത്തുള്ള പാരാൻ മരുഭൂമിയിൽ പാളയമടിച്ചിരുന്നപ്പോൾ ഓരോ ഗോത്രത്തിൽ നിന്നും ഒരാൾ വീതം 12 പേരെ കാനാൻ ദേശം പര്യവേക്ഷണം ചെയ്യുന്നതിന് അയക്കാൻ കർത്താവ് മോശയോട് കൽപ്പിച്ചു. യഹൂദ ഗോത്രത്തിൽ നിന്ന് ഈ പ്രധാന ദൗത്യത്തിനായി തിരഞ്ഞെടുത്തത് യെഫുന്നയുടെ മകൻ കാലെബിനെയാണ്. സംഖ്യയുടെ പുസ്തകം 13 6-ാം വാക്യം. ഇവർ ചാരന്മാർ എന്നതിനേക്കാൾ വിശ്വാസ വെളിച്ചത്തിൽ ദൈവിക പദ്ധതി മനസ്സിലാക്കി ജനത്തെ നയിക്കുന്നതിന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായിരുന്നു. ആ രഹസ്യാന്വേഷകർ 40 ദിവസം കാനാനിലൂടെ സഞ്ചരിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തി. ദേശം സമ്പന്നവും ഫലഭൂയിഷ്ഠവും സമൃദ്ധവുമാണെന്ന് അവർ കണ്ടു. പക്ഷേ പ്രദേശത്തെ നഗരങ്ങൾ കോട്ടകളാൽ സുശക്തവും നഗരവാസികൾ അധികായരുമായിരുന്നു. ചാരന്മാർ മടങ്ങിയെത്തിയപ്പോൾ അവരിൽ 10 പേർ നൽകിയ റിപ്പോർട്ട് പ്രതികൂലമായിരുന്നു. കാനാനിലെ അധികായരുടെ ശക്തിയെ കീഴടക്കാൻ തങ്ങൾ അശക്തരാണെന്നും അത്തരം ഉദ്യമം അപകടകരവുമാണെന്ന് അവർ അവതരിപ്പിച്ചു. ദൈവിക സംരക്ഷണത്തെ പരിഗണിക്കാതെയുള്ള ആ നിഷേധാത്മക നിലപാട് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തി. ഞങ്ങൾ ഉറ്റുനോക്കിയ ദേശം അവിടെ വസിക്കാൻ ചെല്ലുന്നവരെ വിഴുങ്ങിക്കളയുന്നതാണ്. അവിടെ ഞങ്ങൾ കണ്ട മനുഷ്യരോ അധികായന്മാർ. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം 32-ാം വാക്യം. അവരെ കീഴ്പ്പെടുത്താൻ നമുക്കാവില്ല എന്ന് ചാരന്മാരിൽ 10 പേർ ശഠിച്ചപ്പോൾ കാലെബും ജോഷുവയും അവർക്ക് എതിരായ നിലപാടെടുത്തു. മോശയുടെ ചുറ്റും കൂടിയ ജനത്തെ നിശബ്ദരാക്കിയിട്ട് കാലെബ് പറഞ്ഞു, നമുക്ക് ഉടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം. അത് കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ട്. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം 30-ാം വാക്യം. കർത്താവിൽ ആശ്രയിച്ചാൽ ദേശം കീഴടക്കാൻ കഴിയുമെന്ന് അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു. ജനങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുകയും ഈജിപ്തിലേക്ക് മടങ്ങാൻ മുറവിളി കൂട്ടുകയും ചെയ്തപ്പോൾ കാലെബും ജോഷുവയും ഏറെ ദുഃഖിതരായി. ദുഃഖത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും പ്രതീകമായി അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി. ദൈവത്തിൽ വിശ്വസിച്ച് മുന്നേറാൻ അവർ സമൂഹത്തോട് അപേക്ഷിച്ചു. ദൈവം വാഗ്ദാനം ചെയ്ത ദേശം വളരെ നല്ലതും കർത്താവ് തങ്ങളോടൊപ്പം ഉള്ളതിനാൽ ഭയപ്പെടേണ്ടതും കർത്താവിനെതിരെ മത്സരിക്കരുതെന്നും ജനത്തോട് അവർ അഭ്യർത്ഥിച്ചു. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 6 മുതൽ 10 വരെ വാക്യങ്ങൾ. ദൈവത്തിൻ്റെ രക്ഷാശക്തിയിൽ വിശ്വാസം നവീകരിക്കുവാനുള്ള ആഹ്വാനമാണ് അവർ നടത്തിയത്. അങ്ങനെ ഭയത്തിൻ്റെയും മത്സരത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും നടുവിൽ കാലെബ് വിശ്വസ്ത അനുസരണത്തിൻ്റെ ഒരു ഉദാത്ത മാതൃകയായി. ശക്തരായ കാനാൻകാരെ ഭയന്ന് ഭൂരിപക്ഷം പേരും പിന്മാറിയപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയിൽ വിശ്വാസാധിഷ്ഠിത ധൈര്യം പാലിച്ചവനായിരുന്നു കാലെബ്. കാദേശ് ബർണയിൽ ഇസ്രായേൽ കർത്താവിനെ വിശ്വസിക്കാൻ വിസമ്മതിച്ചതിനാൽ ദൈവം ആ തലമുറയുടെ മേൽ ന്യായവിധി പ്രഖ്യാപിച്ചു. അവർ അവിടുത്തെ വാഗ്ദാനത്തെ അവിശ്വസിക്കുകയും കർത്താവിൻ്റെ കൽപ്പനയ്ക്കെതിരെ മത്സരിക്കുകയും ചെയ്തതിനാൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന 20 വയസ്സ് മുതലുള്ളവർ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കില്ലെന്നും ആ തലമുറ കടന്നു പോകുന്നതുവരെ അവർ മരുഭൂമിയിൽ അലഞ്ഞു നടക്കുമെന്നും കർത്താവ് പ്രഖ്യാപിച്ചു. ഈ കഠിനമായ ന്യായവിധിയുടെ നടുവിൽ ദൈവം കാലെബിന് വ്യക്തിപരവും വ്യക്തവുമായ ഒരു വാഗ്ദാനം നൽകി.
അദ്ദേഹവും ജോഷുവായും വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുമെന്ന് കർത്താവ് ഉറപ്പ് നൽകി. മറ്റുള്ളവർ പിന്മാറിയപ്പോൾ അവർ വിശ്വസ്തരായി തുടർന്നതാണ് അതിന് കാരണം. സംഖ്യാപുസ്തകം 14 അധ്യായം 30 വാക്യം. ഈ സംഭവങ്ങളിലൂടെ കാലേബിനെ വിശ്വാസ സ്ഥിരതയുള്ള ഒരുവനായി ബൈബിൾ അവതരിപ്പിക്കുന്നു. ജോഷുവായോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം പെട്ടെന്ന് നിവൃത്തിയായില്ല, എന്നാൽ അത് വർഷങ്ങൾക്ക് ശേഷം നടപ്പിലായി. വാഗ്ദാന പൂർത്തീകരണം വൈകിയാലും വിശ്വസ്തരുടെ അനുസരണം കർത്താവ് എപ്പോഴും ഓർക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമെന്നതിൻ്റെ സാക്ഷ്യമായി കാലേബിൻ്റെ ജീവിതം നിലകൊള്ളുന്നു. ഇനി കാലേബിനെ കുറിച്ചുള്ള മോശയുടെ ചില പരാമർശനങ്ങൾ നോക്കാം. ഗാദിൻ്റെയും റൂബൻ്റെയും ഗോത്രങ്ങൾ യോർദാന് കിഴക്ക് താമസിക്കാൻ അനുവാദം ചോദിച്ചപ്പോൾ കാദേശ് ബർണയിലെ സംഭവങ്ങൾ മോശ ഓർമ്മിപ്പിച്ചു. അതിൽ കാലേബിനെയും ജോഷുവായെയും അദ്ദേഹം പേരെടുത്ത് പരാമർശിച്ചു. കെനീസിയക്കാരനായ യഫുന്നയുടെ മകൻ കാലേബും നൂനിൻ്റെ മകൻ ജോഷുവായും അവിടെ പ്രവേശിക്കും, കാരണം അവർ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു. സംഖ്യാപുസ്തകം 32 അധ്യായം 12 വാക്യം. കാലേബിൻ്റെ വിശ്വാസം സ്ഥിരതയുള്ളതും നിലനിൽക്കുന്നതുമാണെന്ന് ഈ ആവർത്തിച്ചുള്ള പ്രശംസ ഊന്നിപ്പറയുന്നു. മോവാബ് സമതലങ്ങളിൽ മോശ അവസാനമായി ഇസ്രായേലിനെ അഭിസംബോധന ചെയ്തപ്പോൾ കർത്താവിലുള്ള വിശ്വാസത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി അദ്ദേഹം കാലേബിനെ എടുത്തു പറഞ്ഞു. അവിശ്വാസ നിമിത്തം ഈജിപ്ത് വിട്ടുപോകുന്ന മുതിർന്നവരുടെ തലമുറയ്ക്ക് ദേശത്ത് പ്രവേശിക്കുവാനുള്ള അവകാശം നഷ്ടപ്പെട്ടെങ്കിലും കാലേബ് ഒരു അപവാദമാണെന്ന് അദ്ദേഹം ഇസ്രായേലിനെ ഓർമ്മിപ്പിച്ചു. കാലേബ് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പിന്തുടർന്നുവെന്നും മറ്റുള്ളവർ പിന്തിരിഞ്ഞപ്പോൾ ഭയന്ന് പിന്തിരിഞ്ഞില്ലെന്നും മോശ സാക്ഷ്യപ്പെടുത്തി. ഇക്കാരണത്താൽ കാലേബ് താൻ പര്യവേഷണം ചെയ്ത ദേശം അവകാശമാക്കുമെന്നും ഈ അവകാശം അദ്ദേഹത്തിൻ്റെ പിൻഗാമികളിലേക്കും വ്യാപിക്കുമെന്നും ദൈവത്തിൻ്റെ വാഗ്ദാനമായി മോശ വീണ്ടും ഉറപ്പിച്ച് പ്രസ്താവിച്ചു. നിയമാവർത്തന പുസ്തകം 1 അധ്യായം 36 വാക്യം. കാലേബിൻ്റെ മാതൃകയിലൂടെ ദൈവം വിശ്വസ്തത ഓർക്കുന്നുവെന്നും തന്നെ അനുസരിക്കുന്നവരെ ഒരിക്കലും മറക്കില്ലെന്നും കാണിക്കുന്ന ഒരു പാഠമായിരുന്നു ഈ വാക്കുകൾ. ഇനി ദേശത്തിൻ്റെ വിജയവും വിഭജനവും നോക്കാം. വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ വീണ്ടും വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കാൻ കാനാന്റെ സമീപം എത്തിയപ്പോൾ കാലേബും ജോഷുവായും ഒഴികെയുള്ള മുൻ തലമുറ മുഴുവൻ മരുഭൂമിയിൽ മരിച്ചുപോയിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനത്തോടുള്ള വിശ്വസ്തതയും അവിശ്വാസത്തിൻ്റെ ഗുരുതര അവസ്ഥയുമാണ് ഇത് കാണിക്കുന്നത്. സംഖ്യാപുസ്തകം 26 അധ്യായം 65 വാക്യം. ഇസ്രായേലർ ജോർദാൻ നദി കടന്ന് വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ച ശേഷം ഗോത്രങ്ങൾക്കിടയിൽ ഭൂപ്രദേശം വിഭജിക്കാൻ ആരംഭിച്ചു. അപ്പോൾ വൃദ്ധനായ കാലേബ് താഴ്മയോടെയും ആത്മവിശ്വാസത്തോടെയും ഗിൽഗാലിൽ വെച്ച് ജോഷുവായോട് ഹെബ്രോൺ പർവ്വത പ്രദേശം തനിക്കായി ചോദിച്ചു. ഇസ്രായേൽ അപ്പോഴും കീഴടക്കാതിരുന്ന ആ സ്ഥലം ശക്തരായ അനാക്കിമുകളുടെ കൈവശം ആയിരുന്നു. കാലേബ് ജോഷുവായോട് അങ്ങനെ ഹെബ്രോൺ ചോദിക്കാൻ കാരണം കാലേബിൻ്റെ ദൈവിക വിശ്വസ്തതയ്ക്ക് പ്രതിഫലമായി മോശയും ദൈവവും വാഗ്ദാനം ചെയ്ത ദേശമായിരുന്നു അത്. അന്ന് മോശ ശപഥം ചെയ്ത് പറഞ്ഞു, നീ കാലുകുത്തിയ സ്ഥലം എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും അവകാശമായിരിക്കും. എന്തെന്നാൽ എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണമായും നീ പിൻചെന്നിരിക്കുന്നു. ജോഷുവയുടെ പുസ്തകം 14 അധ്യായം 9 വാക്യം. അതിനാൽ ഹെബ്രോൺ കീഴടക്കേണ്ട ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദൈവപരിപാലനയിൽ വിശ്വസിച്ചാണ് കാലേബ് താൻ രഹസ്യാന്വേഷണ വേളയിൽ സന്ദർശിച്ച ആ സ്ഥലം ചോദിച്ചത്. കിരിയാത്ത് അർബ എന്നറിയപ്പെടുന്ന ഹെബ്രോൺ ചരിത്രപരമായി കനാനിലെ ഏറ്റവും പഴക്കമേറിയതും ശക്തവുമായ നഗരങ്ങളിൽ ഒന്നായിരുന്നു. പൂർവ്വപിതാവായ അബ്രാഹാം താമസിച്ചിരുന്നതും ആരാധിച്ചിരുന്നതും ഗോത്രപിതാക്കന്മാരെ മക്പല ഗുഹയിൽ അടക്കം ചെയ്തതും അവിടെയായിരുന്നു. കാലേബ് ഹെബ്രോൺ തിരഞ്ഞെടുത്തതിലൂടെ ഉടമ്പടി ചരിത്രത്തിൽ വേരൂന്നിയ ഒരു പുണ്യസ്ഥലം അവകാശപ്പെടുത്തുകയായിരുന്നു. പതിറ്റാണ്ടുകളായി അലഞ്ഞു തിരിഞ്ഞപ്പോഴും യുദ്ധങ്ങളിലും തന്നെ പരിപാലിച്ച കർത്താവ് ഒരിക്കൽ കൂടി തനിക്ക് വിജയം നൽകുമെന്ന് കാലേബ് ദൃഢമായി വിശ്വസിച്ചു. ജോഷുവ കാലേബിനെ അനുഗ്രഹിക്കുകയും ഹെബ്രോൺ പ്രദേശം അവകാശമായി നൽകുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പിന്തുടർന്നതിനാലാണ് ഈ ദേശം കാലേബിന് നൽകിയത് എന്ന് യോശുവയുടെ പുസ്തകം 14 അധ്യായം 6-14 വാക്യങ്ങൾ ഊന്നിപ്പറയുന്നു. കാലേബ് അനാക്കിൻ്റെ പിൻഗാമികളെ പുറത്താക്കി ഹെബ്രോണിൽ തന്നെ അവകാശം സ്ഥാപിച്ചു. യൂദയ ഗോത്രത്തിനിടയിൽ ആ ദേശം വീണ്ടും വിഭജിക്കപ്പെട്ടപ്പോൾ കാലേബ് വിശ്വാസത്തോടും നേതൃത്വത്തോടും കൂടി പ്രവർത്തിച്ചു. കിരിയാത്ത് സേഫർ കീഴടക്കുന്ന പുരുഷന് അവൻ തൻ്റെ മകൾ അക്സയെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചു. കാലേബിൻ്റെ ബന്ധുവായ ഒത്നിയേൽ ആ വെല്ലുവിളി ഏറ്റെടുത്ത് അതിൽ വിജയിച്ചു.
കാലേബ് അക്സയെ അവന് ഭാര്യയായി നൽകി. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം 16-17 വാക്യങ്ങൾ. അക്സ ആ ദേശത്ത് താമസിക്കാൻ വന്നപ്പോൾ അവൾ ബുദ്ധിപൂർവ്വം പിതാവായ കാലേബിനോട് ഒരു അഭ്യർത്ഥന നടത്തി. അവൾക്ക് ലഭിച്ചത് തെക്കൻ പ്രദേശത്തെ വരണ്ട ഭൂമിയായതിനാൽ ജീവൻ നിലനിർത്താൻ ജലസ്രോതസ്സുകൾ അവൾ ആവശ്യപ്പെട്ടു. കാലേബ് ഉദാരമായി പ്രതികരിച്ചുകൊണ്ട് മലയിലും താഴ്വരയിലും അവൾക്ക് നീരുറവകൾ കൊടുത്തു. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം 18-19 വാക്യങ്ങൾ. പിന്നീട് അഭയനഗരങ്ങൾ ലേവിയർക്ക് നൽകിയപ്പോൾ ഹെബ്രോണിനെ ഒരു ലേവ്യ നഗരമായി നിയോഗിക്കപ്പെട്ടു. എന്നിരുന്നാലും ചുറ്റുമുള്ള വയലുകളും ഗ്രാമങ്ങളും കാലേബിൻ്റെയും പിൻഗാമികളുടെയും സ്ഥിരമായ സ്വത്തായി തുടർന്നു. അങ്ങനെ ദൈവം കാലേബിനോട് ചെയ്ത വാഗ്ദാനം നിലനിർത്തി. യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം 12-ാം വാക്യം. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലേക്ക് കിടക്കാം. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ ന്യായാധിപന്മാരുടെ കാലം എന്നറിയപ്പെടുന്ന വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. നേതൃത്വം അപ്പോൾ കേന്ദ്രീകൃതമായിരുന്നില്ല. ചുറ്റുമുള്ള രാഷ്ട്രങ്ങളാലും ആന്തരിക ബലഹീനതകളാലും ആളുകൾ പലപ്പോഴും പരീക്ഷിക്കപ്പെട്ടു. ആ പുതിയ സാഹചര്യത്തിലും കാലേബിൻ്റെയും ഒത്നിയേലിൻ്റെയും അക്സയുടെയും വിവരണം ബൈബിളിൽ തുടരുന്നുണ്ട്. അങ്ങനെ കാലേബിൻ്റെ വിശ്വാസവും സ്വാധീനവും അടുത്ത തലമുറയിലേക്ക് തുടർന്നുവെന്ന് ഇത് പ്രകടമാക്കുന്നു. ഹ്രസ്വവും എന്നാൽ സുപ്രധാനവുമായ ഈ വിവരണങ്ങളിലൂടെ വിശ്വസ്തമായ അനുസരണം ഒരു ശാശ്വത പാരമ്പര്യം നിലനിർത്തുന്നുവെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിലുള്ള കാലേബിൻ്റെ വിശ്വാസം അവൻ്റെ സ്വന്തം ജീവിതകാലത്ത് മാത്രമല്ല, അവൻ്റെ പിൻഗാമികളുടെ ജീവിതത്തിലും സദ്ഫലം പുറപ്പെടുവിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ തലമുറയായി ഒഴുകാൻ ഉദ്ദേശിച്ചുള്ളതാണെന്ന് ഇത് ഇസ്രായേലിനെയും നമ്മെയും ഓർമ്മിപ്പിക്കുന്നു. വംശാവലിയിലെ ചില പരാമർശനങ്ങൾ നോക്കാം. ദിനവൃത്താന്തത്തിൻ്റെ 1-ാം പുസ്തകം 4-ാം അധ്യായം 15-ാം വാക്യം പ്രകാരം കാലേബിൻ്റെ പുത്രന്മാർ ഈരു, ഏല, നാം എന്നിവരാണ്. വിശ്വാസ നായകനായ കാലേബിന് യഹൂദ വംശാവലി ചരിത്രത്തിൽ അംഗീകൃത സ്ഥാനമുണ്ടെന്ന് ഇത് സ്ഥിരീകരിക്കുന്നു. കാലേബുമായി ബന്ധപ്പെട്ട കൂടുതൽ പുത്രന്മാരുടെയും പുത്രിമാരുടെയും കുടുംബങ്ങളുടെയും പേരുകൾ വംശാവലിയിൽ തുടരുന്നുണ്ട്. ഈ പിൻഗാമികളിൽ ചിലർ അറിയപ്പെടുന്ന സ്ഥലങ്ങളുമായും വാസസ്ഥലങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് കാലേബിൻ്റെ കുടുംബം യൂദയായുടെ സാമൂഹികവും ഭൂമിശാസ്ത്രപരവുമായ ഘടനയെ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തിയിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ദൈവം വാഗ്ദാനം ചെയ്ത ദേശത്ത് കാലേബിൻ്റെ വംശം എങ്ങനെ വികസിക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്തുവെന്ന് ഇവ എടുത്തു കാണിക്കുന്നു. ദിനവൃത്താന്തം 1-ാം പുസ്തകം 2-ാം അധ്യായം 42 മുതൽ 50 വരെ വാക്യങ്ങൾ. കാലേബിൻ്റെ വിശ്വാസ പ്രകടനം ചരിത്രത്തിൻ്റെ ഒരു ഒറ്റപ്പെട്ട നിമിഷമല്ലെന്ന് ഈ വംശാവലികൾ രേഖപ്പെടുത്തുന്നതിലൂടെ വിശുദ്ധ ഗ്രന്ഥം വ്യക്തമാക്കുന്നു. കർത്താവിലുള്ള അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെയുള്ള വിശ്വാസം വഴി അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്ക് രക്ഷാചരിത്രത്തിൽ സ്ഥിരത, അവകാശം, തുടർച്ച എന്നിവ ലഭിച്ചു. പിൽക്കാല ബൈബിൾ ചരിത്രത്തിലും കാലേബിൻ്റെ പാരമ്പര്യം തിളങ്ങി നിൽക്കുന്നു. ദാവീദിൻ്റെ കാലത്ത് അബിഗയലിൻ്റെ ഭർത്താവും കാലേബ് വംശജനുമായ നാബാലിനെ ബൈബിൾ പരാമർശിക്കുന്നു. കാലേബിൻ്റെ കുടുംബ പരമ്പര യൂദയായിൽ പ്രമുഖമായി നിലനിന്നിരുന്നുവെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 25-ാം അധ്യായം 3-ാം വാക്യം. മറ്റൊരു ഭാഗത്ത് കാലേബിൻ്റെ നെഗേബ് എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്തെ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുമായി ബന്ധപ്പെട്ട ഭൂമിശാസ്ത്രപരമായ പ്രദേശമാണ് ഇത്. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം തലമുറകളിലൂടെ നിലനിന്നിരുന്നുവെന്ന് ഇത് സ്ഥിരീകരിക്കുന്നു. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 30-ാം അധ്യായം 14-ാം വാക്യം. അങ്ങനെ വംശാവലിയിൽ പോലും കാലേബ് ഒരു സജീവ സാന്നിധ്യമായി തുടരുന്നു. ദൈവത്തോടുള്ള അനുസരണം ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാത്രമല്ല, ഒരു ജനതയുടെ നിലനിൽക്കുന്ന വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തുന്നു എന്ന ഓർമ്മപ്പെടുത്തലായി തലമുറകളിലൂടെ അവൻ്റെ നാമം ആദരിക്കപ്പെടുന്നു. പുതിയ നിയമത്തിലെ എബ്രായർക്കുള്ള ലേഖനത്തിൽ ഇസ്രായേലിൻ്റെ മരുഭൂമിയിലെ അനുഭവത്തെ വിശ്വാസികൾക്കുള്ള ഒരു മുന്നറിയിപ്പായും പാഠമായും പ്രതിഫലിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദം ശ്രവിച്ചിട്ടും മത്സരിച്ചവരെക്കുറിച്ച് രചയിതാവ് സംസാരിക്കുന്നു. അവരുടെ വിശ്വാസരാഹിത്യം ദൈവത്തിൻ്റെ വിശ്രമത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു. ഹെബ്രായർ 3-ാം അധ്യായം 16 മുതൽ 19 വരെ വാക്യങ്ങൾ. ബാഹ്യമായ ബുദ്ധിമുട്ടുകളല്ല, അവിശ്വാസമാണ് വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുന്നതിനുള്ള യഥാർത്ഥ തടസ്സമെന്ന് ആ ഭാഗം ഊന്നി പറയുന്നു. ഈ വാദത്തിൽ കാലേബും ജോഷുവയും വ്യക്തമായ അപവാദങ്ങളായി നിലകൊള്ളുന്നു. വിശ്വാസവും അനുസരണവും യഥാർത്ഥ വാഗ്ദത്ത ദേശത്തേക്കുള്ള പ്രവേശനം സാധ്യമാക്കുന്നുവെന്ന് അവരുടെ മാതൃക വ്യക്തമാക്കുന്നു. യഹൂദ പാരമ്പര്യം കാലേബിനെ എങ്ങനെ കാണുന്നുവെന്ന് നമുക്ക് നോക്കാം.
വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്നതിനെ എതിർത്തവർക്ക് കർത്താവ് പ്രവേശനം നിഷേധിച്ചപ്പോൾ കാലേബിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു, എൻ്റെ ദാസനായ കാലേബിനെ അവൻ ഉറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും, അവൻ്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്, അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. സംഖ്യയുടെ പുസ്തകം 14 അധ്യായം 24 വാക്യം. യഹൂദ പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ച് മിദ്രാഷിലും തൽമൂദിലും, ഈ വ്യത്യസ്ത ചൈതന്യത്തെ മറ്റ് ചാരന്മാർക്കെതിരെ പരസ്യമായി സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ നടന്ന ഒരു ആന്തരിക പോരാട്ടത്തിൻ്റെ ഫലമായാണ് മനസ്സിലാക്കുന്നത്. മിദ്രാഷിൽ പറയുന്നതനുസരിച്ച് 12 ചാരന്മാർ കാനാൻ ദേശത്ത് പ്രവേശിച്ചപ്പോൾ കാലേബ് കൂട്ടത്തിൽ നിന്ന് വേർപിരിഞ്ഞ് ഹെബ്രോണിലേക്ക് ഒറ്റയ്ക്ക് യാത്രയായി. അവിടെ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ശ്മശാന സ്ഥലമായ ഗോത്രപിതാക്കന്മാരുടെ ഗുഹയിലേക്ക് അദ്ദേഹം പോയി. ഇസ്രായേലിൻ്റെ പിതാക്കന്മാരുടെ ശവകുടീരങ്ങളിൽ നിന്നുകൊണ്ട് കാലേബ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, ആത്മീയ സംരക്ഷണത്തിനായി നിലവിളിച്ചു. മറ്റ് ചാരന്മാരുടെ വിനാശകരമായ ഉപദേശത്തിലേക്ക് താൻ ആകർഷിക്കപ്പെടരുതെന്ന് അദ്ദേഹം അപേക്ഷിച്ചു. ഈ പാരമ്പര്യത്തിൽ കാലേബിൻ്റെ വിശ്വാസം പ്രാർത്ഥനയിലൂടെയും ഉടമ്പടി പ്രകാരം പൂർവികരുമായുള്ള ബന്ധത്തിലൂടെയും നിലനിർത്തപ്പെടുന്നതായി കാണിക്കുന്നു. കനാൻ ദേശത്തിൻ്റെ രഹസ്യാന്വേഷണ ശേഷം മടങ്ങിയെത്തിയപ്പോൾ കാലേബ് തന്ത്രപരമായ നിശബ്ദത പാലിച്ചെന്ന് യഹൂദ വ്യാഖ്യാതാക്കൾ പറയുന്നു. കാലേബ് മറ്റു ചാരന്മാരോട് ഉടനടി എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. പകരം അവരെ ആദ്യം സംസാരിക്കാൻ അനുവദിച്ചു. അവരുടെ വിലയിരുത്തലിനോട് താൻ യോജിക്കുന്നുവെന്ന ധാരണ പോലും നൽകി. ഈ ആത്മനിയന്ത്രണം ജനങ്ങളുടെ ശ്രദ്ധയും വിശ്വാസവും നേടി. അവർ ഭയന്നപ്പോൾ കാലേബ് ജനങ്ങളെ നിശബ്ദരാക്കി. സംഖ്യയുടെ പുസ്തകം 13 അധ്യായം 30 വാക്യം. കർത്താവിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ ധൈര്യത്തോടെ ആഹ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം അവരെ അത്ഭുതപ്പെടുത്തി. ഈ രീതിയിൽ യഹൂദ പാരമ്പര്യം കാലേബിനെ വിശ്വസ്തനായി മാത്രമല്ല ജ്ഞാനിയായും കാണുന്നു. സത്യം യഥാർത്ഥത്തിൽ കേൾക്കേണ്ടതിന് സത്യം സംസാരിക്കാൻ ശരിയായ സമയം കാലേബ് തിരഞ്ഞെടുത്തു. യഹൂദ ദർശനത്തിൻ്റെ മറ്റൊരു അവതരണത്തിൽ കാലേബ് ഒരു കെനീസ്യനായിരുന്നു എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കാലേബിൻ്റെ പൂർവികർ മുൻപ് ഇസ്രായേലിലല്ലായിരുന്നെന്നും പിന്നീട് യഹൂദ ഗോത്രത്തിൽ പൂർണ്ണമായി ചേർന്ന ഒരു മതപരിവർത്തന കുടുംബമായിരുന്നെന്നും ചില യഹൂദ വ്യാഖ്യാതാക്കൾ വിലയിരുത്തുന്നു. അത് ഇസ്രായേലിൻ്റെ ദൈവത്തോടുള്ള കാലേബിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെയുള്ള വിശ്വസ്തത കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു. പിൽക്കാലത്ത് ജെറിക്കോ നഗരം നിരീക്ഷിക്കാൻ ജോഷുവ അയച്ച 2 ചാരന്മാരിൽ ഒരുവൻ കാലേബ് ആയിരുന്നുവെന്ന ഒരു പാരമ്പര്യ വിശ്വാസവും യഹൂദർക്കിടയിലുണ്ട്. അവർ മടങ്ങി വന്നപ്പോൾ ഇരുവരും അനുകൂല റിപ്പോർട്ടാണ് ജോഷുവയ്ക്ക് നൽകിയത്. കത്തോലിക്ക പാരമ്പര്യവും സഭാപിതാക്കന്മാരും എന്തു പറയുന്നത് നോക്കാം. കത്തോലിക്ക പാരമ്പര്യത്തിൽ കാലേബിനെ ഒരു ചരിത്ര വ്യക്തിയായി മാത്രമല്ല, ക്രിസ്തുവിൽ നിറവേറ്റപ്പെടുകയും സഭയിൽ ജീവിക്കുകയും ചെയ്ത ആഴമേറിയ ആത്മീയ യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പ്രതീകമായും മനസ്സിലാക്കുന്നു. വിശുദ്ധ ഒറിജൻ ഉൾപ്പെടെയുള്ള സഭാപിതാക്കന്മാർ പലപ്പോഴും കാലേബിനെ വിശ്വസ്ത ശേഷിപ്പിൻ്റെ ഒരു വ്യക്തിയായി കണ്ടു. ചില പിതാക്കന്മാർ അദ്ദേഹത്തെ സഭാംഗങ്ങളായ വിജാതിയരുടെ മുന്നോടിയായി കണ്ടു. അദ്ദേഹം ദൈവിക വാഗ്ദാനങ്ങളെ വിശ്വാസത്തോടെ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർ നിരസിച്ച അവകാശത്തിലേക്ക് പ്രവേശിച്ചു. കാലേബിൻ്റെ വ്യത്യസ്ത ചൈതന്യം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയായി സഭാപിതാക്കൾ വ്യാഖ്യാനിച്ചു. കാനാൻ ദേശത്തിലെ അധികായരെ നേരിടാനുള്ള സന്നദ്ധത ആ അരൂപി അവനെ ശക്തിപ്പെടുത്തി. കാനാനിലെ അധികായർ ബാഹ്യശത്രുക്കളെ മാത്രമല്ല, അനുസരണത്തെ നിരുത്സാഹപ്പെടുത്തുന്ന ആന്തരിക ഭയങ്ങളെയും പ്രതീകപ്പെടുത്തുന്നു. കത്തോലിക്ക ദർശനം കാലേബിൻ്റെ അഭ്യർത്ഥനയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നു. വാർദ്ധക്യത്തിൽ അധിവസിക്കാൻ എളുപ്പമുള്ള ഒരു ദേശം തിരഞ്ഞെടുക്കുന്നതിന് പകരം ശത്രുക്കൾ അപ്പോഴും കൈവശപ്പെടുത്തിയിരുന്ന ഹെബ്രോണിലെ കുന്നിൻ പ്രദേശമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. കാലേബിൻ്റെ ആ തിരഞ്ഞെടുപ്പ് സന്യാസ ജീവിതത്തിലേക്കുള്ള ഒരു ആഹ്വാനമായി മാറുന്നു. യഥാർത്ഥ ആത്മീയ കൂട്ടായ്മ ആശ്വാസത്തിലല്ല, മറിച്ച് ബുദ്ധിമുട്ടുകളെ നേരിടുന്ന സ്ഥിരോത്സാഹമുള്ള വിശ്വാസത്തിലാണെന്ന് കാലേബിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. കത്തോലിക്ക യഹൂദ പാരമ്പര്യങ്ങളിൽ കാലേബിനെ ഒരു രഹസ്യാന്വേഷകനായി മാത്രമല്ല, നിരാശയുടെ ജനക്കൂട്ട മാനസികാവസ്ഥയെ ചെറുക്കുന്ന വിശ്വസ്ത ആത്മാവിൻ്റെ പ്രതീകമായാണ് ആദരിക്കുന്നത്. കാലേബും മോശയും തമ്മിലുള്ള ബന്ധം വിശ്വസ്തത, അനുസരണം, സുധീരത, പിന്തുണവ എന്നിവ നിറഞ്ഞവയാണ്. 12 ചാരന്മാരിൽ യൂദയാഗോത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നതിനുള്ള ചുമതല മോശ കാലേബിനെ ഏൽപ്പിച്ചു. സംഖ്യയുടെ പുസ്തകം 13 അധ്യായം 6 വാക്യം. ചാരന്മാർ തിരിച്ചെത്തിയ ശേഷം പാളയത്തിൽ പരിഭ്രാന്തി പടർന്നപ്പോൾ കാലേബ് ഒരു നിർണായക നിലപാടെടുത്തു. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ള മോശയുടെ വിശ്വാസത്തോടെ
പരസ്യമായി യോജിക്കുകയും ജനങ്ങളെ ശാന്തരാക്കുകയും വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം 30-ാം വാക്യം. കാലേബിൻ്റെ മുഴുവൻ സ്വഭാവത്തെയും നിർവചിക്കുന്ന വാക്കുകളിലൂടെ ദൈവം തന്നെ അവൻ്റെ വിശ്വസ്തത സ്ഥിരീകരിച്ചു. എൻ്റെ ദാസനായ കാലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ എന്നെ പൂർണ്ണമായും അനുഗമിക്കുകയും ചെയ്തു. സംഖ്യ 14-24. ഇനി കാലേബും ജോഷുവായും തമ്മിലുള്ള ബന്ധം നോക്കാം. കാലേബും ജോഷുവായും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ള വിശ്വാസത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ആഴമായ ബന്ധത്താൽ ഏകീകരിക്കപ്പെട്ടു. ഭയത്തിന് വഴങ്ങാൻ വിസമ്മതിച്ച രഹസ്യാന്വേഷകർ എന്ന നിലയിൽ അവർ ഭൂരിപക്ഷത്തിനെതിരെ ഒരുമിച്ച് നിൽക്കുകയും മനുഷ്യശക്തിയേക്കാൾ കർത്താവിൽ ആശ്രയിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 6 മുതൽ 9 വരെ വാക്യങ്ങൾ. ഈ പങ്കിട്ട വിശ്വസ്തത കാരണം ആ തലമുറയ്ക്ക് നേരിട്ട ന്യായവിധിയിൽ നിന്ന് ഇരുവരും ഒഴിവാക്കപ്പെട്ടു. വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുവാൻ അവർക്ക് സാധിച്ചു. സംഖ്യയുടെ പുസ്തകം 26-ാം അധ്യായം 65-ാം വാക്യം. ജോഷുവയുടെ നേതൃത്വത്തിൽ ഭൂമി വീതം വെച്ചപ്പോൾ കാലേബ് താഴ്മയോടെ അവനെ സമീപിച്ച് ദൈവം വാഗ്ദാനം ചെയ്ത ഹെബ്രോൺ ദേശം ആവശ്യപ്പെട്ടു. ജോഷുവ അത് നൽകുകയും ചെയ്തു. ജോഷുവയും കാലേബും വിശുദ്ധ ഗ്രന്ഥത്തിൽ പൊതുസാക്ഷ്യം നൽകുന്നു. ജനത്തെ മുന്നോട്ട് നയിക്കുന്ന ദൈവത്താൽ നിയമിതനായ നേതാവായി ജോഷുവ മാറിയപ്പോൾ എതിർപ്പിനും കാലതാമസത്തിനും ഇടയിലും ഉറച്ചു നിൽക്കുന്ന സ്ഥിരോത്സാഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും ശാശ്വത ഉദാഹരണമായി കാലേബും നിലകൊള്ളുന്നു. കാലേബിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്കുള്ള സന്ദേശങ്ങൾ നോക്കാം. 1. ഭയത്തെ അതിജീവിക്കുന്ന വിശ്വാസം. യഥാർത്ഥ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ വിശ്വാസാധിഷ്ഠിത ധൈര്യം ആവശ്യമാണെന്ന് കാലേബ് നമ്മെ പഠിപ്പിക്കുന്നു. അധികായന്മാരുടെയോ ശക്തമായ കോട്ടകളുടെയോ സാന്നിധ്യം അദ്ദേഹം നിഷേധിച്ചില്ല. എന്നാൽ ഭയം തൻ്റെ തീരുമാനങ്ങളെ നിയന്ത്രിക്കാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. നാം വിശ്വസിക്കുമ്പോഴും വെല്ലുവിളികൾ ഒഴിവാകുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ ശക്തി നാം ഭയപ്പെടുന്നതിനേക്കാൾ വലുതാണെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസത്തിലൂടെ ജീവിതത്തെ നോക്കുമ്പോൾ തടസ്സങ്ങൾ ദൈവത്തിൻ്റെ സഹായം അനുഭവിക്കുവാനുള്ള അവസരങ്ങളായി മാറുന്നു. 2. ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ധൈര്യം. ദൈവത്തെ പിന്തുടരുന്നതിന് ചിലപ്പോൾ ഭൂരിപക്ഷത്തിൽ നിന്ന് വേറിട്ട് നിൽക്കേണ്ടി വരാമെന്ന് കാലേബ് നമ്മെ അനുസ്മരിപ്പിക്കുന്നു. മറ്റുള്ളവർ ഭയവും സംശയവും പരത്തുമ്പോൾ അദ്ദേഹം സത്യം സംസാരിക്കാൻ ധൈര്യം കാണിച്ചു. അദ്ദേഹത്തിൻ്റെ മാതൃക നമ്മെ പഠിപ്പിക്കുന്നത് ശരിയായത് പൊതുജനാഭിപ്രായമല്ല, മറിച്ച് ദൈവത്തോടുള്ള വിശ്വസ്തതയാണ് എന്നാണ്. തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴോ എതിർക്കപ്പെടുമ്പോഴോ പോലും ദൈവം തൻ്റെ ജനത്തെ വിശ്വസ്തരായി തുടരാൻ വിളിക്കുന്നു. 3. കാത്തിരിപ്പിൽ സ്ഥിരോത്സാഹം. ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറ്റപ്പെടുന്നതിനായി കാലേബ് ഏകദേശം 45 വർഷം കാത്തിരുന്നു. ഈ നീണ്ട കാലതാമസം അദ്ദേഹത്തെ നിരാശനാക്കിയില്ല. കാത്തിരിപ്പ് പാഴാക്കുന്ന സമയമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അവൻ്റെ പൂർണ്ണമായ സമയത്ത് നിറവേറ്റപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് നാം ക്ഷമയോടെ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ വിശ്വാസം കൂടുതൽ ശക്തമാകുന്നു. 4. സേവനത്തിലെ വിനയം. മോശയും ജോഷുവായും കഴിവുള്ള നേതാക്കളായിരുന്നെങ്കിലും കാലേബ് ഒരിക്കലും പകരം വയ്ക്കാൻ ശ്രമിച്ചില്ല. ദൈവം തനിക്ക് നൽകിയ പങ്ക് അദ്ദേഹം സ്വീകരിച്ചു, താഴ്മയോടെ സേവിച്ചു. യഥാർത്ഥ താഴ്മ ബലഹീനതയല്ല, അനുസരണമാണെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അംഗീകാരമോ ശക്തിയോ തേടാതെ വിശ്വസ്തയോടെ സേവിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നു. 5. എല്ലാ പ്രായത്തിലും വിശ്വാസം. ദൈവം വാഗ്ദാനം ചെയ്ത ദേശം അവകാശപ്പെടാൻ 85 വയസ്സുള്ളപ്പോൾ പോലും കാലേബ് തയ്യാറായി. അദ്ദേഹത്തിൻ്റെ ശക്തി തൻ്റെ ശരീരത്തിൽ നിന്ന് മാത്രമല്ല, കർത്താവിലുള്ള വിശ്വാസത്തിൽ നിന്നും ലഭിച്ചു. പ്രായം കൂടുന്തോറും വിശ്വാസം ക്ഷയിക്കുകയോ അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുകയോ ചെയ്യുന്നില്ലെന്ന് കാലേബിൻ്റെ ജീവിതം കാണിക്കുന്നു. ദൈവത്തിൽ വേരൂന്നിയ ഒരു ജീവിതം അവസാനം വരെ ഫലപ്രദമായിരിക്കും. 6. കുടുംബങ്ങൾക്കുള്ള ഒരു പാഠം. വർഷങ്ങളായുള്ള കാലേബിൻ്റെ ഉറച്ച വിശ്വാസം കുടുംബങ്ങളെ മാതൃകാ ജീവിതത്തിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കുന്നു. വാക്കുകളിൽ നിന്ന് മാത്രമല്ല, മുതിർന്നവരുടെ വിശ്വാസാധിഷ്ഠിത ജീവിതം കാണുന്നതിലൂടെയും കുട്ടികളും യുവജനങ്ങളും വിശ്വാസം പഠിക്കുന്നു. സ്ഥിരമായ വിശ്വാസം ഭാവി തലമുറകൾക്ക് ശക്തമായ ആത്മീയ അടിത്തറ കെട്ടിപ്പടുക്കുന്നുവെന്ന് കാലേബ് കാണിക്കുന്നു. 7. നേതാക്കൾക്കുള്ള ഒരു പാഠം. യഥാർത്ഥ നേതൃത്വത്തിൻ്റെ ധൈര്യവും ക്ഷമയും ഉൾപ്പെടുന്നുവെന്ന് കാലേബ് നേതാക്കളെ പഠിപ്പിക്കുന്നു. നേതാക്കൾ മുന്നോട്ട് പോകാൻ ദൈവം വിളിക്കുമ്പോൾ ധൈര്യത്തോടെ പ്രവർത്തിക്കുകയും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ സമയമെടുക്കുമ്പോൾ ശാന്തമായി കാത്തിരിക്കുകയും വേണം.
നമുക്കൊരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, കാലേബിൻ്റെ വിശ്വസ്തയും സ്ഥിരവുമായ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുവാനും ഭയത്തെ മറികടക്കാനും പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അനുഗമിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന അവകാശം ലഭിക്കുന്നതുവരെ എല്ലാ വെല്ലുവിളികളിലൂടെയും സ്ഥിരോത്സാഹത്തോടെ മുന്നേറാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ.